ജോൺ ബ്രിട്ടാസ്, ഇൻഡോ അമേരിക്കൻ വ്യാപാര കരാർ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിനുള്ള ആക്ഷേപങ്ങൾ, ആശങ്കകൾ എന്താണ്? അത് നമ്മുടെ പരമാധികാര സ്വത്വത്തെ ഇല്ലാതാക്കുന്ന തരത്തിൽ ഏകപക്ഷീയമായി അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു എന്നതിലാണോ, അതോ ഇന്ത്യയുടെ വികസന മുന്നേറ്റങ്ങളെയും ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ താല്പര്യങ്ങൾക്കുമൊക്കെ വിരുദ്ധമായ ഒരു കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ കരാർ എന്നതാണോ? അതായത് പരസ്പരം എന്തൊക്കെ ഉറപ്പുകൾ നൽകിയിട്ടാണ് ഇങ്ങനെ ഒരു കരാർ പ്രാബല്യത്തിൽ വരാൻ പോകുന്നത് എന്ന കാര്യത്തിലുള്ള അവ്യക്തതയാണോ? ഏത് കാര്യത്തിലാണ് പ്രതിപക്ഷത്തിന് കൂടുതൽ ആശങ്കയുള്ളത്? ഗോപികൃഷ്ണൻ, എനിക്ക് തോന്നുന്നു ഈ ഇൻഡോ യു എസ് ട്രേഡ് കരാർ എന്നുള്ള ഒരു പേരല്ല ഇതിന് ചേരുന്നത്. ഡൊണാൾഡ് ട്രംപ് ഇതിനെ വിളിക്കുന്ന ഡീൽ എന്നാണ്. ഡീൽ എന്ന് വെച്ചാൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രത്തിനും ലാഭകരമായിട്ട് ഒപ്പുവെക്കപ്പെടുന്ന കരാറുകൾക്ക് അദ്ദേഹം ഇട്ടിരിക്കുന്ന പേരാണ് ഡീൽ എന്നുള്ളത്. അദ്ദേഹം ഈ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പോലത്തെ എഗ്രിമെൻ്റ്, കരാർ എന്നുള്ള പദാവലികളൊന്നും അദ്ദേഹം ഉപയോഗിക്കാറില്ല. ഇതിന് രണ്ട് വശമുണ്ട്. ഒന്ന്, ഈ കരാറിൻ്റെ, ഇപ്പം നമ്മൾ കരാറാണെന്ന് കണ്ടു തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. ഈ കരാറിൻ്റെ ഉള്ളടക്കം എന്താണ്? ഉള്ളടക്കത്തെക്കുറിച്ചുള്ള സൂചനകൾ അല്ലെങ്കിൽ സൂചകങ്ങൾ നമുക്ക് നൽകിയത് അമേരിക്കൻ സൈഡാണ്. ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ പ്രധാനമന്ത്രിയും മന്ത്രിമാരും ഉറക്കത്തിലേക്ക് വഴുതുന്ന ആ സമയത്താണ്, സായിപ്പിനവിടെ പകലാണ്, അത് മനസ്സിലാക്കണം. സായിപ്പിൻ്റെ സൗകര്യത്തിന് നമ്മൾ ബജറ്റ് അവതരിപ്പിക്കാൻ പാടില്ലെന്നുകൊണ്ടാണ് നമ്മൾ വൈകുന്നേരം 5 മണിക്കുള്ള ബജറ്റ് നമ്മൾ രാവിലെയിലാക്കിയത്. പക്ഷേ ഇവിടെ ഈ ഇൻഡോ യു എസ് ട്രേഡ് ഡീലിൻ്റെ ആദ്യത്തെ ടീസർ, ഇപ്പോൾ നമ്മൾ ടെലിവിഷനിൽ ചർച്ച പങ്കെടുക്കുമ്പോൾ ആ ഒരു വാക്ക് ഉപയോഗിക്കാം. ടീസർ വരുന്ന എപ്പോഴാണ്? അതായത് 9:16 രാത്രി ഡൊണാൾഡ് ട്രംപ്. അത് ടീസർ എന്ന് പറഞ്ഞാൽ വേക്കപ്പ് കോളായിരുന്നു. നിങ്ങൾ ആരും ഉറങ്ങാൻ പാടില്ല, ഞാൻ ഇനിയും വരും. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ടീസർ വന്നു. ശ്രദ്ധിക്കുക, 10:28 രാത്രി. അദ്ദേഹത്തിന് അവിടെ പകലാണ്, അത് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉണർന്നിരുന്ന് 11:02 അദ്ദേഹം ഈ 2 ടീസറുകളോടും പ്രതികരിച്ചു. തുടർച്ചയായി നമ്മുടെ മന്ത്രിമാർ ഡൊണാൾഡ് ട്രംപിൻ്റെ അവദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് ആ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. ഇനി ഒരു ദിവസം പൂർണ്ണമായും ഇന്ത്യ ഇരുട്ടിലായിരുന്നു. ഇന്നാണ് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ 3.5 പേജ് വരുന്നത്. ഇതാ ആ സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ കാണിക്കുന്നത്. 3.5 പേജ് വരുന്ന ഒരു പ്രസ്താവന പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും നടത്തിയത്. യഥാർത്ഥത്തിൽ ഒരു സ്യൂമോട്ടോ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രാജ്യത്തിനെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളതാണ്. പാർലമെൻറ്റിലെ വിശ്വാസത്തിലെടുക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തിനെ വിശ്വാസത്തിലെടുക്കുകയാണുള്ളൂ. നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വിവരങ്ങൾ നൽകാൻ വേണ്ടിയല്ല, വിവരങ്ങൾക്ക് മറയിടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഞാൻ ഈ ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു മാധ്യമപ്രവർത്തകനായിട്ടും അല്ലെങ്കിൽ ഒരു പാർലമെൻറ്റേറിയനായിട്ടും കാണാനും കവർ ചെയ്യാനും തുടങ്ങിയിട്ട് ഒരു 38-39 വർഷമായി. ഇതുപോലത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതേസമയം അപ്പുറത്തെ പക്ഷം നോക്കുക. അപ്പുറത്തെ പക്ഷം വളരെ കൃത്യമായിട്ട് ഇന്ന് വന്ന 2 സ്റ്റേറ്റ്മെൻറ്റ്സ് അമേരിക്കൻ സൈഡിൽ നിന്ന്. ഒന്ന് അമേരിക്കൻ വൈറ്റ് ഹൗസിൻ്റെ പ്രസ് സെക്രട്ടറി കരോളിന ലീവിറ്റിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. കൃത്യമായി പറഞ്ഞു, റഷ്യൻ എണ്ണ ഇന്ത്യ മേടിക്കുന്ന പ്രശ്നമില്ല, അത് ഇന്ത്യ ഗവൺമെൻറ് ഞങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട്, അത് ഈ കരാറിൻ്റെ ഭാഗമാണ്. 2, അവരുടെ ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് ജെമീസൺ ഗ്രീർ നൽകിയൊരു പ്രസ്താവന. അത് വളരെ 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 കൗതുകം ഉയർത്തുന്നതാണ്, ആശങ്ക ഉയർത്തുന്നതും കൂടിയാണ്. എന്താ കാരണം? അതായത് 0 ടാരിഫിൽ, അതായത് 1% പോലും തീരുവ ചുമത്താതെ ഇന്ത്യ അമേരിക്കയുടെ ഇൻഡസ്ട്രിയൽ ഉൽപ്പന്നങ്ങൾക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും വിപണി തുറന്നിട്ട് കൊടുക്കുമെന്ന് ജെമീസൺ ഗ്രീർ പറഞ്ഞു. ഞാൻ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി ചെയ്യാം. പതിറ്റാണ്ടുകളായി ഇന്ത്യൻ പാർലമെൻറ്റ് അവലംബിക്കുന്ന ഒരു ആരോഗ്യകരമായിട്ട് കീഴ്വഴക്കമുണ്ട്. അതായത് മന്ത്രി സ്വമേധയാ പ്രസ്താവന നടത്തിയാൽ രാജ്യസഭയിൽ, ലോകസഭയിൽ അങ്ങനെ ഒരു അനുവാദമില്ല, രാജ്യസഭയിൽ അംഗങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻസ് തേടാം. അതായത് ആ പ്രസ്താവനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് സംശയങ്ങൾ തേടാം. ഇന്ന്
ഞങ്ങളുടെ വാ മൂടിക്കിട്ടുക ചെയ്ത്. പറ്റില്ല. അതായത് അമേരിക്കൻ പക്ഷത്ത് നിന്ന് പുറത്തുവിട്ട വിവരങ്ങളെക്കുറിച്ച് പോലും ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഒരുക്കി. ഇനി 3 പ്രധാനപ്പെട്ട പ്രതലങ്ങൾ ഈ കരാറിനുണ്ട്. കരാറെന്ന് നമ്മൾ പറയുന്നു, ട്രംപ് പറയുന്ന ഡീലിനുണ്ടെന്ന് പറയുന്നു. എന്താണ് അത്? അമേരിക്കൻ കൃഷി സെക്രട്ടറി വ്യക്തമായി പറഞ്ഞതുപോലെ ഇതുവരെ നമ്മൾ തടഞ്ഞിരുന്ന അമേരിക്കയുടെ കാർഷിക അതുപോലെ തന്നെ ക്ഷീര ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഒഴുകുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് അമേരിക്കയുടെ കൃഷി പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്, അല്ലെ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ഹൈലി മെക്കനൈസ്ഡും ലോ കോസ്റ്റുമാണ്. യൂറോപ്യൻ യൂണിയൻ പോലെയല്ല. അതായത് സമ്പന്നരായ കർഷകരാണ്, ഒരുപാട് സബ്സിഡൈസ്ഡാണ്. അതിങ്ങോട്ട് ഒഴുകി തുടങ്ങിയ നമ്മളിങ്ങനെ ഞാറൊക്കെ പറിച്ചു നട്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. നമ്മുടെ ഈ പറഞ്ഞ 9 ദശലക്ഷം ഹെക്ടറിലുള്ള നമ്മുടെ സോയയും മെയ്സും ഇതിനെയൊക്കെ മറികടക്കാൻ കഴിയുന്ന ശേഷി അമേരിക്കൻ ഉൽപ്പന്നങ്ങളുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ശ്രീ ജോൺ ബ്രിട്ടാസ് എം പി, ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. നമ്മൾ ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, ശ്രീ ജോൺ ബ്രിട്ടാസ്, അതായത് താങ്കൾ പറഞ്ഞതുപോലെ കർഷകരെ, ക്ഷീരകർഷകരെയും നമ്മുടെ മറ്റു കർഷകരെയും ഒക്കെ ഇത് നേരിട്ട് ബാധിക്കുന്ന പ്രശ്നം എന്നതിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപ് നമുക്കതിൻ്റെ രാഷ്ട്രീയ ഭാഗത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ ഈ കാർഷിക ക്ഷീര മേഖലകൾ സമ്പൂർണ്ണമായി തുറന്നു കൊടുക്കുകയോ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോ ആയ ഒരു നടപടിയും കേന്ദ്ര സർക്കാർ സ്വീകരിക്കില്ല എന്നായിരുന്നല്ലോ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞത്. അപ്പോൾ ഇതിനെല്ലാം പുറമെ അദ്ദേഹം പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഈ രാജ്യത്തോട് നുണ പറഞ്ഞു എന്നാണ് താങ്കൾ പറയുന്നത്, അല്ലേ? അല്ല, ഇന്നത്തെ പ്രസ്താവനയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ഇൻട്രസ്റ്റുകൾ നമ്മൾ സംരക്ഷിക്കും എന്ന് പറഞ്ഞ് തുടർന്ന് ഒരു വാചകം അദ്ദേഹം അതിനകത്ത് ഉൾപ്പെടുത്തി. The US side too had areas that were sensitive from its point of view. എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് താല്പര്യമുള്ള തലങ്ങൾ നമ്മൾ സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന മേഖലകളുമായിട്ടുണ്ട് എന്നൊരു വാചകം പറഞ്ഞു. ഇനി 2, ഈ എണ്ണയെക്കുറിച്ച് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം വളരെ സമർത്ഥമായൊരു വാക്ക് ഉപയോഗിച്ചു. ഇതൊക്കെ പ്രേക്ഷകർ മനസ്സിലാക്കണം. ഡൈവേഴ്സിഫൈങ് എനർജി സോഴ്സസ്, ഡൈനാമിക്. അതായത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എണ്ണ വാങ്ങുന്ന പരിപാടി വൈവിധ്യവൽക്കരിക്കും. ലാഭകരമായി എണ്ണ കിട്ടുന്ന റഷ്യയിൽ നിന്ന് മാത്രമല്ല എന്ന് പറഞ്ഞാൽ ഈ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി നിർത്തുമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രസ്താവന ഇറക്കുന്നത് വിവരങ്ങൾ നൽകാൻ വേണ്ടിയാണ്. വിവരങ്ങൾ നൽകാതിരിക്കാനും നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ മുകളിൽ കരിമ്പടമിടാനുമല്ല എന്ന് മനസ്സിലാക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളിപ്പോഴും ഈ 18% ചുരുക്കുന്നവരാണ്. ഒരു വികസ്വര രാജ്യവും വികസിത രാജ്യവും തമ്മിലുള്ള തീരുവകൾ സംബന്ധിച്ച് പതിറ്റാണ്ടുകളുടെ ഒരു ധാരണയുണ്ട്. നമ്മുടെ വിഭവം ഉപയോഗിച്ച് അവർ വല്ലാതെ മുമ്പോട്ട് പോയതുകൊണ്ട് നമ്മുടെ സമ്പദ്ഘടനയെ സംരക്ഷിക്കാൻ വേണ്ടി ചില സുരക്ഷിത തലങ്ങൾ ഒരുക്കാൻ വേണ്ടി വികസ്വര രാജ്യത്തിന് ഒരു ഉയർന്ന ഇറക്കുമതി തീരുവ നമ്മൾക്ക് വെക്കാം, ഒരു സംരക്ഷണ ചട്ടം വെക്കാം. അങ്ങനെയാണ് ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിലുള്ള തീരുവയുടെ ഘടന നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് അവർ 0 to 3%, അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ 15 മുതൽ 75%. അപ്പം ബൈക്കുകളുടെ കാര്യമൊക്കെ വിടുക. ഇത് വെച്ചത് ഇത് ട്രംപ് വന്ന് കഴിഞ്ഞ 10 മാസം കൊണ്ട് തകിടം മറിച്ച ഒരു തീരുവയെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പതിറ്റാണ്ടുകളായിട്ടുണ്ടായിരുന്ന ഒരു തീരുവയുടെ സ്വഭാവം അത് പരിപൂർണമായി മാറ്റി ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? നേരെ തലതിരിച്ചു വെച്ചു. എന്ന് പറഞ്ഞാൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ 0 ടാരിഫ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.